ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ രൂത്ത് 1:16 വായിക്കുന്നത്, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് ഇപ്പോൾ ഈ 3 മിനിറ്റ് സമയം കൊണ്ട് രൂത്തിനെ കുറിച്ച് അല്പം ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. രൂത്തിൻ്റെ തീരുമാനം അവളൊരു പുതിയ വഴി തിരഞ്ഞെടുക്കുന്നു. രൂത്ത് അമ്മായിയമ്മയോട് പറയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോകും. നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും എന്ന് നവോമി പറഞ്ഞപ്പം, നിന്നെ ഞാൻ വിടുകയില്ല, പിരിയുകയില്ല എന്നായിരുന്നു രൂത്തിൻ്റെ തീരുമാനം. പിന്നീട് നാം കാണുന്ന രൂത്തിൻ്റെ സന്നദ്ധത. ഒരു പുതിയ ഭവനത്തിൽ പാർക്കാൻ അവൾ സന്നദ്ധയായി. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. ഒരു തുണ്ട് സ്ഥലമില്ലാതെ തുണിത്തുണ്ടുകൾ മാത്രം കൈവശമുള്ള നവോമിയോട് കൂടെ അവൾ യാത്രയായി. തെരുവിലോ വീതിയിലോ പുറംപോക്കിലോ താമസിക്കുവാൻ സന്നദ്ധയായി. കർത്താവ് പാർക്കുന്നിടത്ത് പാർക്കുവാൻ ഒരു വിശ്വാസി ഒരു സന്നദ്ധരായിരിക്കണം. രൂത്തിൻ്റെ വേർപാട് ജീവിതം, ഒരു പുതിയ കൂട്ടായ്മ അവൾ തിരഞ്ഞെടുക്കുന്നു. അവൾ നവോമിയോട് പറയണം, നിൻ്റെ ജനം എൻ്റെ ജനം. അവൾ തൻ്റെ പിതൃഭവനത്തെയും ജനത്തെയും ഉപേക്ഷിക്കുവാൻ തയ്യാറായി. ക്രിസ്തു ശിഷ്യൻ വേർപാട് പാലിക്കണം. പിന്നീട് നമ്മൾ കാണുന്ന അവളുടെ അംഗീകാരം, ഒരു പുതിയ ആരാധന രീതി അവൾ കണ്ടെത്തുന്നു. 1:16 വായിക്കുന്നുണ്ട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. അവളുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ ചെയ്തു. അതൊരു ശ്രമകരമായ ഒരു കാര്യമാണ് രൂത്ത് ചെയ്തത്. അവൾ തൻ്റെ മിഥ്യാദേവനെ മാറ്റി പകരം സർവശക്തനായ യഹോവയെ തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തു ശിഷ്യന് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയത്തില്ല. അവളുടെ ഉടമ്പടി, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. നവോമിയോട് പൂർണ്ണമായി അനുരൂപമാകുവാനുള്ള രൂത്തിൻ്റെ തീരുമാനം ഇവിടെ കൂടുതൽ ക്ലിയറാകുകയാണ്. മരണത്താലല്ലാതെ അവൾ നവോമിയെ പിരിയുകയില്ല. ഒരു ക്രിസ്ത്യാനിയുടെ മരണപര്യന്തമുള്ള ഉടമ്പടിയെ കാണിക്കുകയാണ്. പിന്നീട് നാം കാണുന്ന അവളുടെ സമർപ്പണം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. നവോമിയുടെ ശവകുടീരത്തോട് ചേർന്ന് ഒരു കല്ലറ കൂടെ രൂത്തിന് മരണത്തിലും അവളോടുള്ളതായ ഏകാത്മത വെളിവാക്കിയാണ്. മരണശേഷം ഒരു വിശ്വാസി ക്രിസ്തുവിനോട് ചേരുവാനുള്ളതായ മോഹം വളരണം. പിന്നീട് നാം കാണുന്ന അവളുടെ പ്രതിജ്ഞ, യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ഉടമ്പടി ലംഘിക്കാതിരിക്കാൻ മരണം വരെ ഭരിക്കുവാനുള്ളതായ സത്യപ്രതിജ്ഞ ക്രിസ്ത്യാനിയിൽ ഉറച്ച തീരുമാനം ഉണ്ടാകണം. നമുക്കതിനായി സമർപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.